ഇപ്പം നമുക്ക് ഇച്ചിരി പനീർ മോമോസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് ഇടുകയാണ്. അതിലോട്ട് 1 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക, ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇനി അതിലോട്ട് ലേശം വെള്ളം ഒഴിച്ച് വേണം കുഴയ്ക്കാൻ. എല്ലാ സൈഡിലും ലേശം എന്നാണോ പറയുന്നതെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇനി അതിൻ്റെ പുറത്ത് ഒരു ഇച്ചിരി എണ്ണ പുരട്ടി ഒരു അരമണിക്കൂർ വെച്ചാൽ നല്ലതാ. ഞാനിപ്പോൾ അതിൻ്റെ ഫില്ലിങ് ശരിയാവുന്നിടം വരെ വയ്ക്കുക. അതൊന്ന് അടച്ച് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അതിനകത്ത് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു സവാള, ഒരു 200 ഗ്രാം പനീറാണ്, ചെറിയ കഷ്ണം ഇഞ്ചി, അത്രയും വേണ്ട, ഇച്ചിരി കുറച്ച് ഞാൻ എടുക്കുകയുള്ളൂ, ഒരു പച്ചമുളകും. പിന്നെ മസാല ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പം ഒരു 1/2 സ്പൂൺ മുളക് പൊടി, അതുപോലെ ഒരു പിഞ്ച് ഗരം മസാലയും, ഒരു ക്രഷ്ഡ് പെപ്പറാണ് അതും ഒരു 1/2 സ്പൂൺ. മസാല ഇത്രയും വേണ്ടാത്തവർക്ക് അതിൽ കുറച്ചിട്ടാലും മതി. പിന്നെ പനീർ പൊടിച്ചെടുത്തിട്ടുണ്ട്, ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് നമുക്കൊരു പാന് വെച്ചിട്ട് അതിലോട്ടൊരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ്. അതിലോട്ട് ഇഞ്ചി ആദ്യം ഇട്ട് കൊടുക്കുക. ഇഞ്ചി ലേശം ഒന്ന് വാടി വന്നിട്ട് സവാള കൂട്ടത്തിൽ പച്ചമുളക് ഒന്ന് വാടി വരണം. അങ്ങ് ചുമക്കണ്ട, വാടി വന്നാൽ മതി. അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മസാലയും കൂടെ. മസാല കൂടിപ്പോരുത്, പനീറിൻ്റെ ആ സ്വാദ് മുമ്പോട്ട് നിൽക്കണം. ക്യാപ്സിക്കം ഇടുന്നവർക്കൊരു 1/2 ക്യാപ്സിക്കവും ചെറുതായിട്ട് അരിഞ്ഞ് പെയിൻ്റ് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലോട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന പനീർ ഇടുകയാണ്. പനീറും ഇട്ട് നമ്മൾ അതിൻ്റെ വെള്ളമായി ഒന്ന് മാറി കിട്ടണം, ഒന്ന് വഴറ്റിയെടുക്കണം. മുട്ടത്തോരൻ വയ്ക്കുന്നതാണ്. ഇപ്പം പനീർ അതിൻ്റെ ഫില്ലിങ് ആയിട്ടുണ്ട്. ഇനി അതൊന്ന് തണുക്കണം. അപ്പോഴത്തേന് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മൈദയില്ല, അതൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ അത് ഒന്നുകൂടെ കുഴച്ചെടുത്ത് ഇനി അതെല്ലാം ഒന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഇച്ചിരി മൈദാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് പൊടിയിലിട്ടല്ലാതെ എണ്ണ തൊട്ട് വേണമെങ്കിലും പരത്തിയെടുക്കാം. ഞാനിപ്പം മൈദാപ്പൊടിയിലാണ് ഇട്ട് കുഴക്കുന്നത്. ചെറിയ ഉരുളയാക്കി എടുക്കണം. ഇനി അത് ആ മൈദയിലിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ പരത്തുമ്പോൾ ചിലപ്പോൾ ശ്രീലങ്കയും കേരളവും ഇന്ത്യയുടെയൊക്കെ ഷേപ്പായിരിക്കും. എനിക്കിപ്പോഴും ഇത്രയും പ്രായമായെങ്കിലും നല്ല ഗോളായിട്ട് പരത്തിയെടുക്കാൻ പാടാണ്. അപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അത് ഞാനൊരു ചെറിയ പാത്രം വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ എല്ലാം പരത്തി കട്ട് ചെയ്തെടുക്കും. ഫില്ലിങ് തണുത്തിട്ടുണ്ട്. അത് കൈ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി അതിൽ നിന്നൊരു 3/4 സ്പൂണ് അതിൻ്റെ നടുക്കോട്ട് വെച്ച് എന്നിട്ട് 2 സൈഡിൽ ഇച്ചിരി വെള്ളമായി ഒന്ന് ഒട്ടി കിട്ടാൻ ഒന്ന് തൂത്ത് കൊടുക്കുക. ഞാൻ ഒരു സൈഡ് പ്ലേറ്റ് എടുത്തിട്ട് മറ്റേ സൈഡിലോട്ട് ഒട്ടിക്കുക ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഇതുമാതിരി ഒട്ടിച്ചെടുക്കുക.
ഇതുപോലെ എല്ലാം പരത്തി ഫില്ല് ചെയ്തൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം എല്ലാം ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ ഇഡ്ഡലി കുട്ടകത്തിൻ്റെ തട്ടിൽ ഞാനൊരു ലേശ എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് മോമോസ് എടുത്ത് വയ്ക്കുകയാണ്. അത് ആവി കയറാനായിട്ട് വയ്ക്കുക. ഒരു 10 മിനിറ്റ് മതിയാവും ഇത്. ഇപ്പം നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കാം. റെഡി ആയിട്ടുണ്ട്. പുറത്ത് നല്ല ഒന്നാന്തര മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ചൂട് മോമോസും ഇച്ചിരി കട്ടൻ കാപ്പി ഒക്കെ ആയിട്ട് കഴിക്കാം. ഇപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പിള്ളേർ പുറത്ത് പോയി ഒന്നും കഴിക്കുന്നില്ല. ഞാനിത് ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. ഇത് മോമോസ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാകട്ടെ. ഇത് എണ്ണയിലിട്ട് വേണമെങ്കിലും വറുത്തും കോരാം. ഞാനിപ്പോൾ ആവിയിൽ കൊള്ളുന്നു. എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാമെന്ന് വിചാരിച്ച്. ഇവിടുത്തെ പിള്ളേർക്കൊക്കെ വെയിറ്റ് കുറയ്ക്കണമെന്നാണ് പറയുന്നത്. നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു മോമോസാണ് പനീർ മോമോസ്. ചിക്കൻ മോമോസിനേക്കാൾ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം ഇതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുറ്റങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റിൽ കൂടെ എഴുതി അറിയിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നു.